സംസ്ഥാനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രഹസ്യമായി ശ്രമിച്ചെന്ന നീതി ആയോഗ് സിഇഒയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേരളം വർഷങ്ങളായി കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ധനകാര്യ വിഷയങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് BVR സുബ്രഹ്മണ്യത്തിന്റെ വെളിപ്പെടുത്തലെന്നും ധനമന്ത്രി പറഞ്ഞു. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സാജു, നീതി ആയോഗ് സിഇഒയുടെ വെളിപ്പെടുത്തലിൽ കേരളം അത് ചർച്ചയ്ക്ക് എടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധവും ഒരു തലത്തിൽ ശക്തമാണ്. ഇപ്പോൾ എന്താണ് ധനമന്ത്രിയുടെ പ്രതികരണം? സംസ്ഥാനത്തിന്റെ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലൂടെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നടത്തുന്നത്. നീതി ആയോഗ് സിഇഒയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അത് തെളിയിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിലും ശുപാർശകളിലും ഇടപെടുന്നു എന്ന് മാത്രമല്ല, ദൈനംദിന സാമ്പത്തിക കാര്യങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു എന്നതാണ്. അർഹമായത് നൽകാതെ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നു എന്ന സർക്കാർ വാദം സത്യമാണ് എന്ന് ഇത്തരം വസ്തുതകൾ വ്യക്തമാക്കുന്നു എന്നും ബാലഗോപാൽ പറയുന്നു. അതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തിനുള്ള കേന്ദ്ര റവന്യൂ വിഹിതത്തിലും വായ്പാ അനുമതിയിലും വലിയ വെട്ടിക്കുറവ് വരുത്തുന്നു. കേന്ദ്ര സർക്കാരിന്റെ ധനനയങ്ങളും നികുതി സമ്പ്രദായത്തിലെ മാറ്റവും സംസ്ഥാനത്തിന്റെ വിഭവങ്ങളെ ചോർത്തുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്നത്. ഡൽഹിയിൽ നടത്താൻ തീരുമാനിച്ച സമരവും ഈ ആവശ്യങ്ങൾ ഉയർത്തി തന്നെയാണ്. ഇവിടെ ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് കേരളം ഇപ്പോഴത്തെ പുറത്തു വന്ന വിവരങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. അത് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുടെ തുടർച്ചയാണ് എന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വിശദീകരിക്കുന്നത്. ഫാരിഷ, ശരി, എന്തായാലും ഈ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും പ്രതികരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് KR സാജു.